നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനാചരണം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് CPIM കൊടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ ഭാഗമായി BSS തൃശൂർ ചാപ്റ്റർ ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ ടെലിസ്കോപ്പിലൂടെ വാന നിരീക്ഷണം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. കണ്ണൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനാചരണം നടത്തി. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ കൊടകര മേൽപ്പാലത്തിനു സമീപം നടത്തിയ പതാക ദിനാചരണം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി ഷീല കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി KN വിവേക്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MA സതി, ജില്ലാ കമ്മിറ്റി അംഗം CG മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ കോഴിക്കോട് വച്ചാണ് സംസ്ഥാന സമ്മേളനം. ഈ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി, ഇതിനെക്കുറിച്ചുള്ള സംവാദവും നമ്മുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അധ്യാപകരുമായി സംവദിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധ പരിപാടികളും പൊതുജന സമക്ഷം നടത്തിക്കൊണ്ട് ജനങ്ങളെയും ഈ ഒരു ആവശ്യകതയുടെ ഈ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി അവരിലേക്ക് എത്തിക്കാൻ KSTA ആത്മാർത്ഥമായി അതുപോലെ പൊതുസമൂഹവുമായി സംവദിക്കുന്നതിന് വേണ്ടി ഈ മുദ്രാവാക്യം സബലീകരിക്കുന്ന ഈ ജനങ്ങളെ അണിചേരുക എന്നുള്ളതിനാണ് ഈ സമ്മേളനത്തിൽ ഈ പതാക ദിനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 14, 15, 16 തീയതികളിലായി കോഴിക്കോട് വെച്ച് നടക്കുന്ന 34ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിലെ 164 ഉപജില്ലകളിലായി ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾ വൈകുന്നേരങ്ങളിൽ എന്ന മുദ്രാവാക്യം കാലിക പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നാരോപിച്ച് CPIM കൊടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ് ഉദ്ഘാടനം ചെയ്തു. CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷനായി. CPIM കൊടകര സൌത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, CPIM കൊടകര നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ ഭാഗമായി BSS തൃശൂർ ചാപ്റ്റർ ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ ടെലിസ്കോപ്പിലൂടെ വാന നിരീക്ഷണം സംഘടിപ്പിച്ചു. ചാലക്കുടി കലാഭവൻ മണി പാർക്കിൽ നടത്തിയ വാന നിരീക്ഷണം നഗരസഭാ ചെയർപേഴ്സൺ ഇൻചാർജ് ആലിഷ് ഷിബു ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ദീപു ദിനേശ്, ആനി പോൾ, മുൻ നഗരസഭാ അധ്യക്ഷൻ VO പൈലപ്പൻ, കൌൺസിലർമാരായ ഷിബു വാലപ്പൻ, വത്സൻ ചമ്പക്കര, ജിതി രാജൻ, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, SH കോളേജ് ഭൌതികശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ നിജോ വർഗീസ്, BSS തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് TK ശ്രീനിവാസൻ, സെക്രട്ടറി R സുനിത, കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ PS ബാബു എന്നിവർ പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൻ നമ്മെ സൂചിപ്പിച്ചതുപോലെ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, അതുപോലെ ശ്രീമതി സുനിത ഇവിടെ അതിൻ്റെ ആമുഖമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നേരിട്ട് നമുക്ക് ഈ സംവിധാനത്തിലൂടെ കാണുന്നതിന് ഒരു അവസരം നമുക്ക് ലഭിച്ചതിന് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയെ ഞാൻ ഹൃദയപൂർവ്വം ചാലക്കുടി നഗരസഭാ കൗൺസിലിന് വേണ്ടി അഭിനന്ദിക്കുന്നു. ഇവിടെ ചേർന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഇവരെ അഭിനന്ദിക്കുന്നു.
ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ വാനനിരീക്ഷണം നമുക്ക് പ്രധാനമായിട്ടും ആകാശഗോളങ്ങളെ, പ്ലാനറ്റ്സിനെ കാണാൻ പറ്റും. അതിൽ വീനസ് ഉണ്ട്, അതുപോലെ തന്നെ ജൂപ്പിറ്റർ ഉണ്ട്. ജൂപ്പിറ്ററിൻ്റെ 4 മൂൺസിനെ നമ്മൾക്ക് കാണാൻ പറ്റും. ശനിയെ കാണാൻ പറ്റും. വളരെ മനോഹരമായ മറ്റൊരു കാഴ്ച ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം. ചന്ദ്രനെ കാണുന്നത് ഇന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. മറ്റത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. ജില്ലയിൽ 11 ഗ്രാമപഞ്ചായത്തുകളാണ് കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കർഷകരുടെ കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് കൃഷി സമൃദ്ധി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത് സ്വാഗതം ആശംസിച്ചു. കൃഷി ഓഫീസർ ദിവ്യ വിയു പദ്ധതി വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിജിൽ, വാർഡ് മെമ്പർമാരായ ഔസെബ് KR, അഭിലാഷ് NP, ശിവരാമൻ പോതിയിൽ, കൃഷി സമൃദ്ധി ഗുണഭോക്താവ് സെബാസ്റ്റ്യൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രാജിത M, കൃഷി ഉദ്യോഗസ്ഥരായുള്ള ജിഷ MK, വിപിൻ എന്നിവർ സംസാരിച്ചു. എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിലെ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. നിങ്ങൾക്കെല്ലാം അത് മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായ പൌലോസ് താക്കോൽക്കാരൻ ഓർമ്മയായിട്ട് 32 വർഷം. ചാലക്കുടി നഗരസഭയും പൌലോസ് താക്കോൽക്കാരൻ ഫൌണ്ടേഷനും ചേർന്ന് നടത്തിയ പൌലോസ് താക്കോൽക്കാരൻ അനുസ്മരണം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. പൌലോസ് താക്കോൽക്കാരന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം വ്യക്തികൾക്ക് നൽകാതെ സ്ഥാപനത്തിന് സമർപ്പിച്ചു. കൂടപ്പുഴ അനുഗ്രഹ സദന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള കുട്ടികളെ മാതൃവാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന സ്ഥാപനമാണ് കൂടപ്പുഴ അനുഗ്രഹ സദനം. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുസ്മരണ പ്രഭാഷണവും പുരസ്കാര വിതരണവും നടത്തും. നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിഷ് ഷിബു അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് CT സാബു, സെക്രട്ടറി US അജയ്കുമാർ, ജെയ്സൺ താക്കോൽക്കാരൻ, മുൻ MLA BD ദേവസി, പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ്, പുരസ്കാര സ്വീകർത്താവ് സിസ്റ്റർ റെജി കൂവള്ളൂർ, അഡ്വക്കേറ്റ് PI മാത്യു, സുഭാഷ് ചന്ദ്രദാസ്, N കുമാരൻ, അഡ്വക്കേറ്റ് PP പീറ്റർ എന്നിവർ സംസാരിച്ചു. പൌലോസ് താക്കോൽക്കാരൻ ഫൌണ്ടേഷൻ നിർമ്മിച്ചു നൽകിയ 11ാമത്തെ വീടിന്റെ താക്കോൽ ദാനവും ധാരണാപത്രവും ചടങ്ങിൽ വെച്ച് കൈമാറി. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത്. ഒരു വീട് എന്നുള്ളത് മനുഷ്യൻ ജീവിക്കുന്ന എല്ലാവരുടെയും സ്വപ്നമാണ്. 12-11 വീടുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിച്ച് നൽകാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഫൗണ്ടേഷൻ സാധിച്ചു. ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ മഹത്വം ഓരോ വർഷവും ഇപ്രകാരമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് അനുസ്മരിക്കുമ്പോൾ ആ വലിയ വിശാലമായിട്ടുള്ള മനസ്സിനെ നാം വീണ്ടും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും മറ്റുള്ളവർക്ക് അപ്രകാരം ചെയ്യുവാനായിട്ട് പ്രചോദനം നൽകുകയും ചെയ്യുകയാണ്. ആറ്റപ്പാടത്തുകാരൻ നിധിന് ഫിലിപ്പീൻസുകാരി മാർവി വധു. UK-യിൽ സ്വകാര്യ സ്ഥാപനത്തിൽ കഴിഞ്ഞ 5 വർഷത്തിലധികമായി ഒരുമിച്ച് ജോലി ചെയ്തു വരികയാണ് നിധിനും മാർവിയും. മുരിങ്ങൂർ ആറ്റപ്പാടം കാഞ്ഞിരത്തിങ്കൽ തോമസ് സ്റ്റെല്ല ദമ്പതികളുടെ 2ാമത്തെ മകനാണ് നിധിൻ. 2 പേരുടെയും വിവാഹം കഴിഞ്ഞ ദിവസം മുരിങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ആചാരപ്രകാരം നടത്തി. മാർവിയുടെ വീട്ടുകാരുടെ ഇഷ്ടത്തോടെയും സമ്മതപ്രകാരവുമായിരുന്നു വിവാഹം. ഫിലിപ്പൈൻസിലെ ക്രിസ്തുമത വിശ്വാസികളാണ് മാർവിയുടെ കുടുംബം. പിതാവ് എഡ്ഗർ, സഹോദരി എൽഫി, ഭർത്താവ് ജോൺ ജോസഫ്, കുട്ടി ജാനി അടക്കമുള്ള ബന്ധുക്കൾ പങ്കെടുക്കാൻ നാട്ടിലെത്തി. നിധിനും മാർവിയും 14-ാം തീയതി UK-യിലേക്ക് തിരിക്കും. സിന്ദൂരമെല്ലാം അണിഞ്ഞപ്പോൾ കേരള യുവതിയെപ്പോലെയായി മാർവി. വിവാഹ ചടങ്ങുകളും ആഘോഷങ്ങളും കൌതുകത്തോടെയാണ് ഇവർ വീക്ഷിച്ചത്. മാർവി കേരളത്തിൽ ഇതിനു മുൻപ് ഒരു തവണ വന്നിട്ടുണ്ട്. 2ാം വരവിൽ നിധിനെ വിവാഹം കഴിച്ചതോടെ കേരളക്കാരിയായി മാറുകയും ചെയ്തു. മാർവി മലയാള ഭാഷ കുറേശ്ശെ പഠിച്ചു വരികയാണെന്നും പറയുന്നത് കുറച്ച് മനസ്സിലായി വരുന്നതായും നിധിൻ പറഞ്ഞു. ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും വളർന്നുവരുന്ന കുട്ടികളെ നല്ല മനുഷ്യരായി വാർത്തെടുക്കുന്നതിനും വർത്തമാനകാലത്തെ സമൂഹം ഏറെ ശ്രമിക്കേണ്ടതുണ്ടെന്ന് K. രാജൻ.
നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിച്ച ശ്രീകോവിൽ സമർപ്പണത്തോടും നവീകരണ കലശത്തോടും അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം എന്നതും പ്രത്യേകതയാണ്. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ CBI തിരുവനന്തപുരം ഓഫീസിലെ IB ശ്രീനിവാസനെ മന്ത്രി ആദരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വാർഡ് മെമ്പർ രാധിക സുരേഷ്, K ശിവരാജൻ, ശിവശങ്കരൻ കടവിൽ, A ഉണ്ണികൃഷ്ണൻ, KN നാരായണൻ, K രാമൻ, KN ജയപ്രകാശ്, KP ഗിരീഷ്, നന്ദകുമാർ കരുമാലി എന്നിവരും സംസാരിച്ചു. അമ്പലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലായി ശ്രീകോവിലിൻ്റെ സമർപ്പണവും നവീകരണ കലശവും നടക്കുന്ന ഈ നേരത്ത് സ്വാഭാവികമായിട്ടും സാധാരണ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം വ്യത്യസ്തങ്ങളായിട്ടുള്ള സാംസ്കാരിക സമ്മേളനങ്ങളും പരിപാടികളുമൊക്കെയായി ഈ ക്ഷേത്രാങ്കണത്തിൽ നിരവധികളായിട്ടുള്ള സാംസ്കാരിക പ്രതിനിധികളും പ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ എത്തിച്ചേരുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് നമുക്കിടയിലൂടെ കടന്നു പോകുന്നത്. അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ച ഒരു ശ്രദ്ധേയമായ കാര്യം, ഇവിടെ എത്തിച്ചേർന്ന നേരത്തു തന്നെ ക്ഷേത്രോപദേശ സമിതിയുടെ അംഗങ്ങളും പ്രിൻസേട്ടനുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പൂർണ്ണമായും കൃഷ്ണശിലയിൽ പൂർത്തീകരിച്ച ഒരമ്പലമാണ് നമ്മുടെ ഈ കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം എന്നുള്ളതും, നേരത്തെ പറഞ്ഞതുപോലെ പരമേശ്വരനും ശ്രീ പാർവതിയും ഭദ്രകാളിയും ഒരുമിച്ച് പീഠമലങ്കരിക്കും. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായ പരിക്ക്. കല്ലൂർ തേറാട്ടിൽ 57 വയസ്സുള്ള ജോൺസണാണ് പരിക്ക്. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ രാവിലെ 7-നായിരുന്നു അപകടം. ബന്ധുവീടിന് മുന്നിലെത്തിയ ജോൺസൺ റോഡരികിൽ ബൈക്ക് നിർത്തി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പിറകിൽ നിന്ന് വന്ന വാൻ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കും ജോൺസണും കാനയിലേക്ക് തെറിച്ചു വീണു. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ജോൺസനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കാഞ്ഞാടിയിൽ ആംബുലൻസ് തടഞ്ഞുള്ള ബസ്സുകളുടെ മത്സരയോട്ടം, ബസ്സുകൾക്കെതിരെ കർശന നടപടി. അത്യാസന്ന നിലയിലായി രോഗിയുമായി പോയ ആംബുലൻസിന് കാഞ്ഞാടി സിംല തിയേറ്ററിന് മുൻപിൽ വഴിമുടക്കിയ 3 സ്വകാര്യ ബസ്സുകൾക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം അന്തിക്കാട് SHO അജിത്താണ് സെന്റ് മേരീസ്, ശ്രീ മുരുക, അനന്തകൃഷ്ണ എന്നീ സ്വകാര്യ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തത്. ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിനും ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുമുള്ള ശുപാർശ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7705 രൂപ, പവന് 61,640 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനാചരണം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് CPIM കൊടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി.
അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ ഭാഗമായി BSS തൃശൂർ ചാപ്റ്റർ ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. കണ്ണൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.